ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ ടാബാണ്. സാംസങ് A8 2019 എന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ചാർജ് കയറായാണ് ഇതിൻ്റെ പ്രശ്നം. 2-3 ഷോപ്പിൽ കാണിച്ചു കൊടുത്തു, സാധനം അവിടെ ശരിയായിട്ടില്ല, റിട്ടേൺ വന്നതാണ്. നമുക്കിതിൻ്റെ ചാർജിങ്ങിൻ്റെ പോർട്ട്, അതായത് ചാർജിങ് പിന്ന് അല്ലെങ്കിൽ CC മാറ്റി നോക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാം, കൂടുതൽ ടൈമൊന്നും എടുക്കില്ല. ഏറ്റവും ആദ്യം നമുക്കിതിൻ്റെ ബാറ്ററിയുടെ കണക്ടർ ഒന്ന് റിമൂവ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ചാർജിങ് ജാക്ക് മാറ്റാൻ വേണ്ടി നോക്കാം. അതിനായിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ആ സ്പീക്കറിൻ്റെ ആ ഭാഗത്തുള്ള എല്ലാ സ്ക്രൂവും കാര്യങ്ങളും റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്കതിൻ്റെ സ്പീക്കറിൻ്റെ ആ ജാക്ക് മൊത്തം പൊന്തിക്കണം. അതിനുശേഷമാണ് അതിൻ്റെ CC ബോർഡ് കിട്ടുള്ളൂ. നമുക്ക് 4 വശത്തു നിന്നും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും റിമൂവ് ചെയ്യാം. അതിനുശേഷം CC ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്നെ മാറ്റാം. വളരെ എളുപ്പമാണ്, കൂടുതൽ റിസ്ക് ഒന്നുമില്ല. പല ഷോപ്പുകളിലും ടാബ് അല്ലെങ്കിൽ വലിയ ലാപ്പ് എന്ന് പറയുന്നത് ടാബ്, വലിയ ഫോണോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ വല്ലാതെ അതിന് പണിയെടുക്കാറില്ല. കാരണം അയക്കുമ്പോൾ തന്നെ വല്ല പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം വരും വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. നമ്മളതിൻ്റെ ബാക്കത്തെ സ്പീക്കറിൻ്റെ ഭാഗം മൊത്തം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ CC ബോർഡ് എടുക്കാം. CC ബോർഡ് എടുക്കുമ്പോൾ അത് ആൻറ്റിന കേബിൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം CC ബോർഡിൻ്റെ മേലൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്, അത് അൺലോക്ക് ചെയ്തതിന് ശേഷം വേണം CC ബോർഡ് എടുക്കാൻ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ CC ബോർഡിക്ക് വരുന്ന സ്ട്രിപ്പ് വരുന്നത് ഡിസ്പ്ലേയുടെ കണക്ടറിനെന്നാണ്. അഥവാ സ്ട്രിപ്പിൽ എന്തെങ്കിലും പൊട്ടലോ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചാർജിങ് പിന്നെ മാറ്റിയാലും നമ്മൾ പ്രോബ്ലം സോൾവ് ആവില്ല. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഫോട്ടോയിൽ തന്നെ കാണാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ പിന്നാണ്. ഇനി നമുക്ക് അതിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്ന് മാറ്റുന്നത് കാണാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഗോൾഡൻ ടാപ്പ് എടുത്തിട്ട് മൈക്കിൻ്റെ ആ ഭാഗത്ത് നേരെ റോൾ ചെയ്യുക. കാരണം നമ്മൾ ഏകദേശം 350-340 ആ ഒരു ടെമ്പറേച്ചറിലാണ് CC റിമൂവ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടെമ്പറേച്ചർ ആ മൈക്കിൻ്റെ ഭാഗത്ത് വന്നാൽ ആ മൈക്ക് കംപ്ലൈൻ്റ് ആയി പോകും, പിന്നെ നമ്മൾ വർക്ക് ഡബിളാവും. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മേലെ ഗോൾഡൻ ടാപ്പ് ഇട്ടിട്ട് സേഫ്റ്റി ആയിട്ട് എടുക്കാൻ നോക്കാം. നമുക്കിനി സെപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. ഒരു 340-350 ആ ഒരു ടെമ്പറേച്ചർ മതി റിമൂവ് ആക്കാൻ. വലിയ ഹീറ്റിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഒറിജിനൽ പിന്നായതുകൊണ്ട് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം അത് കമ്പനി ഫിക്സിങ് ആയത് കാരണം ചെറിയൊരു പാടായിരിക്കും. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ 4 ഭാഗത്ത് ചെറുതായിട്ട് ഹീറ്റ് ചെയ്താൽ മതി. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് താഴെ വീണു. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യണം എടുക്കാൻ വേണ്ടിയിട്ട്. 4 ഭാഗം നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ സിമ്പിളായിട്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ സാധനം റിമൂവ് ആവും. വീഡിയോയിൽ തന്നെ കാണാം, വളരെ നീറ്റായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. എല്ലാം ഫിനിഷായി, എല്ലാം കഴിഞ്ഞു. ഇനി CC ഇരിക്കുന്ന 4 കോർണറും റീസോൾഡറിങ് വയർ കൊണ്ട് റിമൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ CC വളരെ വൃത്തിയായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കും. കാരണം ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഒരു ഭാഗത്ത് പൊന്തി കിടക്കും. പിന്നീട് ചാർജ് ചെയ്യുമ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ആവാനും സാധ്യത ഉണ്ടാവും. ആദ്യം റീസോൾഡറിങ് ഒഴിക്ക് എടുത്തിട്ട് അതിൻ്റെ 4 കോർണറും നേരെ വണ്ണം ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് ചാർജിങ് ജാക്ക് ഇടാൻ നോക്കുക. നമ്മൾ ചെറുതായിട്ട് 4 സൈഡിലും ലെഡ് ഇട്ടിട്ടുണ്ട്. 4 കോർണറും ഫിക്സ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മെയിൻ സ്പെഷ്യലായി വരുന്ന 5 പിന്ന് വളരെ സിമ്പിളായിട്ട് സോൾഡർ ചെയ്യാം. വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് ഫ്ലെക്സ് ഇട്ടിട്ട് എന്നിട്ട് റീസോൾഡറിങ് അല്ല, നമ്മുടെ സോൾഡറിങ്ങിൻ്റെ അയൺ എടുത്തിട്ട് ചെറുതായിട്ട് ആ ഫ്ലെക്സ് ഇട്ട ഭാഗത്തൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ കണ്ടോ, ഇത് ഏകദേശം വളരെ വൃത്തിയായിട്ട് സോൾഡർ ആയിട്ടുണ്ട്. നമുക്കിനി അത് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ സ്ട്രിപ്പും കാര്യങ്ങളും നേരെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം
അതാണ് മെയിനായിട്ട് വരിക. നമ്മളിത്ര ഫിക്സ് ചെയ്തിട്ടും സ്ട്രിപ്പ് ചെറുതായിട്ട് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ചാർജ് കയറില്ല. സോ നമ്മൾ ബോർഡ് മൊത്തം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വണ്ണം സ്ക്രൂവും കാര്യങ്ങളും ഇട്ടിട്ട് മൊത്തം പാക്ക് ചെയ്തിട്ട് ചാർജ് കയറുന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിച്ച് നോക്കാം. കൂടുതൽ സ്ക്രൂവും കാര്യങ്ങളും ഇടാനൊന്നുമില്ല, ആകെ 5-6 സ്ക്രൂ മാത്രമേ ഇടാനുള്ളൂ. നമ്മളെല്ലാ സ്ക്രൂവും കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് ഡോറ് നേരം പോലെ പ്രസ് ചെയ്തിട്ട് വളരെ ചെറിയ സി സി ആണെങ്കിലും വലിയ സി സി ബോർഡാണെങ്കിലും നമ്മൾ ജസ്റ്റ് മൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സോൾഡറിങ് കൊണ്ടും റീസോൾഡറിങ് കൊണ്ടും വളരെ ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് എടുക്കുമ്പോൾ മൈക്ക് ഭാഗം എന്തായാലും ശ്രദ്ധിക്കണം. കാരണം മൈക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ ടൈം വേസ്റ്റ് ആവും നമ്മൾ. അതിൻ്റെ മേലെ തന്നെ ആദ്യം തന്നെ കോട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ നമ്മൾ അതിൻ്റെ സി സി ബോർഡ് ഇട്ടു, സ്ക്രൂവും കാര്യങ്ങളും ഇട്ടു, പിന്നെ ആ ടാബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ് ചെക്ക് ചെയ്യാം. സോ കയറുന്നുണ്ടോ ഇല്ല. ഇതിൻ്റെ അഡാപ്റ്ററല്ല, കേബിളിൻ്റെ പ്രശ്നം കാരണമാണ് ഇപ്പോൾ കയറാത്തത്. നമ്മൾ വേറെ വയർ ഇട്ടു, ഇനി കയറുന്നുണ്ടോ നോക്കാം. സോ നമ്മൾ ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ.